നമ്മുടെ കായിക മേഖലയുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്കുണ്ടായിട്ടുള്ള നേട്ടങ്ങൾ, നിങ്ങളുടെ പേരിൽ ആ നേട്ടങ്ങൾ നിങ്ങളുടെ പേര് വെച്ച് ഇവിടെ പ്രദർശിപ്പിച്ചിരിക്കുകയാണ്. നിങ്ങളുടെ മെഡലുകളും ഒക്കെ തന്നെ ഇവിടെ പ്രദർശിപ്പിച്ചതിന് കിട്ടിയിട്ടുള്ള ആദരവുകൾ തീർച്ചയായിട്ടും അതൊരു വ്യത്യസ്തമായൊരു മാതൃകയാണ്. ഞാനും ആദ്യമായിട്ടാണ് കാണുന്നത്. നമ്മുടെ കായിക താരങ്ങൾക്ക്, മറ്റുള്ള കായിക താരങ്ങൾക്കും, നമ്മുടെ സഹപ്രവർത്തകർ, നമ്മുടെ കൂടെയുള്ള കൂട്ടുകാർ എന്ത് നേട്ടം കൈവരിച്ചു എന്ന് മനസ്സിലാക്കുന്നതിന്, അതുവഴി എനിക്കും ഈ നേട്ടങ്ങൾ നേടണം എന്നുള്ള താല്പര്യം ജനിപ്പിക്കുന്നതിനും ഈ ആദരവ് കൊണ്ട് ഗുണം ചെയ്യും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. നമ്മുടെ ഇന്ന് കരാട്ടെ എന്ന് പറയുമ്പോൾ പണ്ട് അതിലൊന്നും നമ്മുടെ മക്കളെ വിടാത്തൊരു കാലഘട്ടം ഉണ്ടായിരുന്നു. പക്ഷെ ഇന്ന് എല്ലാ കുട്ടികളെയും ആ രീതിയിൽ എന്തെല്ലാം തലത്തിൽ കായികപരമായി കലാപരമായും കുട്ടികളെ വാർത്തിയെടുക്കുവാനുള്ള സാഹചര്യം ഒരുക്കുന്ന രക്ഷിതാക്കളെ ഞാൻ അഭിനന്ദിക്കുകയാണ്. ഏത് മേഖലയിലും നമ്മൾ കായിക മേള എടുത്തു നോക്കൂ, അവിടെ നമ്മുടെ രക്ഷിതാക്കൾ കുട്ടികളെ കൊണ്ടുവന്നു അവരുമായി ബന്ധപ്പെട്ടുകൊണ്ട് അവരോട് ചേർന്നുകൊണ്ട് അത്തരത്തിൽ എൻ്റെ കുട്ടിയെ ഇന്നത് പഠിപ്പിക്കണമെന്ന ആ ആശ മനസ്സിലിട്ടുകൊണ്ട് കായിക മേളയിലൊക്കെ പങ്കെടുക്കുന്ന രക്ഷിതാക്കളാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ആ ഇതൊരു മാറ്റം കേരളത്തിലുണ്ടായിരുന്നു. നമ്മുടെ വളർച്ച എന്ന് പറയുന്നത് ഒറ്റയ്ക്കല്ല, നമ്മൾ കൂട്ടായിട്ടാണ്. പരസ്പര സഹകരണത്തിലൂടെയും സൗഹൃദത്തിലൂടെയും മാത്രമേ നമുക്ക് വളരാൻ പറ്റൂ. നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ഒരു ക്യാഷ് അവാർഡ് നിങ്ങൾ ഇവിടെ ഏറ്റുവാങ്ങുമ്പോൾ, നിങ്ങൾ ഈ ഒരു സ്റ്റേറ്റ് മത്സരത്തിനുള്ള പോയവർക്കുള്ള യാത്രാബദ്ധ നിങ്ങൾ സ്വീകരിക്കുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കുക, ഈ ഒരു ക്യാഷ് അവാർഡ് കൊടുക്കുന്നത് ഞാനല്ല, ഇത് നമ്മുടെ ടീമിലെ പരിശീലകരും ഇവിടുത്തെ മുതിർന്ന കുട്ടികളുമെല്ലാം നടത്തുന്ന പ്രവർത്തനത്തിലൂടെ നമ്മൾ അക്കൗണ്ടിൽ സമാഹരിക്കപ്പെടുന്ന തുകയാണ് ഈ ക്യാഷ് അവാർഡ് രൂപത്തിൽ ഇവിടെ കൊടുക്കുന്നത്. അതുപോലെ തന്നെ ഇന്നിവിടെ ഈ പരിപാടി നടക്കുന്നത് ഞാനിതിൽ യാതൊരു തരത്തിലുള്ള കാര്യങ്ങളും ചെയ്തിട്ടില്ല. ഇതെല്ലാം സുധീർ, അനർഘ, സൂരജ് തുടങ്ങി നമ്മുടെ പരിശീലകരെല്ലാം കൂടിയാണ് ഇതെല്ലാം ഇത്ര മനോഹരമായിട്ട് ഇതൊക്കെ അറേഞ്ച് ചെയ്യുന്നതിന് വേണ്ടി വളരെയധികം പരിശ്രമിച്ചത്. അപ്പോൾ അവർക്ക് മാത്രമല്ല, വരുന്ന വർഷങ്ങളിൽ ഇങ്ങനെയുള്ള പരിപാടികൾ നടക്കുമ്പോൾ നിങ്ങൾ ഈ കരാട്ടെ ചെയ്യുന്ന കുട്ടികളും അവരുടെ രക്ഷകർത്താക്കളും കൂടി ഈ ഇത്തരം കാര്യങ്ങളിൽ ഭാഗവാക്കായാൽ, ഇതിൻ്റെ ഇവരെ കൊണ്ട് ഇത്ര ചെയ്യാൻ പറ്റിയെങ്കിൽ നിങ്ങളെല്ലാം കൂടി അതിൻ്റെ ഭാഗവാക്കാവുകയാണെങ്കിൽ ഇത് വളരെ വലിയ സംരംഭമായിട്ട് നമ്മുടെ നാട്ടിലെ കുട്ടികൾക്ക് കരാട്ടയിലൂടെ വളർന്നു വരുന്നതിനുള്ളൊരു വളരെ വലിയ സംരംഭമായി ഇത് മാറും. നമ്മുടെ യൂണിവേഴ്സിറ്റി തലത്തിലും സ്കൂൾ തലത്തിലും അതുപോലെ തന്നെ സംസ്ഥാന കരാട്ടെ അസോസിയേഷൻ മത്സരങ്ങളിലും പങ്കെടുത്ത് വിജയിച്ചിട്ടുള്ള കായിക താരങ്ങൾക്ക്, അവരെ പരിശീലിപ്പിച്ചിട്ടുള്ള അധ്യാപകർക്ക് സാമ്പത്തികമായിട്ടുള്ള സഹായങ്ങൾ എന്നല്ല പറയുന്നത്, ഇതൊരു മെഡൽ പോലെ തന്നെയാണ്. ക്യാഷ് അവാർഡ് തരുന്നു, എല്ലാവർക്കും ക്യാഷ് അവാർഡ്, ഫസ്റ്റ്, സെക്കൻഡ്, തേർഡ് കാറ്റഗറിയിൽ ക്യാഷ് അവാർഡ് നൽകുക, സർട്ടിഫിക്കറ്റ് നൽകുക. അതുപോലെ തന്നെ സമ്മാനം നേടാൻ കഴിഞ്ഞില്ലെങ്കിലും പാർട്ടിസിപ്പൻ്റായിട്ട് പങ്കെടുക്കാൻ കഴിഞ്ഞിട്ടുള്ള കുട്ടികൾക്ക് അവരുടെ യാത്രാ ചെലവുകൾ നൽകുക. ഇതൊന്നും കേരളത്തിലെ ഒരു കായിക സംഘടനയും ചെയ്യാത്ത വ്യത്യസ്തമായൊരു പരിപാടിയാണ് ഇന്നിവിടെ നടക്കുന്നത്. കേരള സർക്കാർ പോലും ഈ സംസ്ഥാന മെഡൽ ജേതാക്കൾക്ക് ക്യാഷ് അവാർഡ് നൽകുന്നില്ല. ദേശീയ മെഡൽ ജേതാക്കൾക്കാണ് നേരത്തെ എല്ലാം ക്യാഷ് അവാർഡ് കൊടുത്തുകൊണ്ടിരുന്നത്. അപ്പോൾ ഈ ഒരു സാഹചര്യത്തിൽ നമുക്കിങ്ങനെ ഈ ഒരു അവാർഡ് നൽകാൻ കഴിയുന്നത് നമ്മുടെ പരിശീലകരുടെയും മുതിർന്ന കുട്ടികളുടെയും എല്ലാം
വിവിധ ടൂർണമെൻറ്റുകളും മറ്റുമൊക്കെ നടത്തി സമാഹരിക്കുന്ന ആറ്റിങ്ങൽ കരാട്ടെ ടീമിൻ്റെ ഫണ്ടിലൂടെയാണ്. അപ്പോൾ അതിൽ എല്ലാവരും അത്തരം പ്രവർത്തനങ്ങളിൽ പങ്കാളിയായി കഴിഞ്ഞാൽ നമുക്ക് വരുന്ന വർഷങ്ങളിൽ കൂടുതൽ മികച്ച ക്യാഷ് അവാർഡുകൾ നൽകാനും കൂടുതൽ മികച്ച പ്രവർത്തനങ്ങൾ ആറ്റിങ്ങൽ കരാട്ടെ ടീമിന് നടത്താനും സാധിക്കും. തീർച്ചയായിട്ടും ഇത്തരത്തിൽ പരിപാടിയിൽ പങ്കെടുക്കാൻ കഴിഞ്ഞതിൽ അതിയായ സന്തോഷമുണ്ട്. എല്ലാ കാലത്തും ഒളിമ്പിക് അസോസിയേഷൻ്റെയും സംസ്ഥാന ഒളിമ്പിക് അസോസിയേഷൻ്റെയും ജില്ലാ ഒളിമ്പിക് അസോസിയേഷൻ്റെയും കൂടെ നിന്നുകൊണ്ട് വളരെ അച്ചടക്കത്തോടു കൂടി ഞങ്ങൾ പറയുന്ന പ്രവർത്തനങ്ങൾ ഏറ്റെടുത്തുകൊണ്ട് അച്ചടക്കത്തോടു കൂടി പ്രവർത്തിക്കുന്ന ഒരു കായിക സംഘടനയാണ്. നമ്മളെ കരാട്ടെ സംബന്ധിച്ച് പറയുമ്പോൾ കരാട്ടെ ഏറ്റവും കൂടുതൽ കേരളത്തിലെ ഏറ്റവും കൂടുതൽ സ്കൂളുകളിൽ കുട്ടികൾ ഇഷ്ടപ്പെടുന്ന ഒരു കായികവനാണ് കരാട്ടെ. നമ്മുടെ സംസ്ഥാനത്തുള്ള സബ് ജൂനിയർ, ജൂനിയർ, സീനിയർ, മെൻ ആൻഡ് വിമൻ കാറ്റഗറിയിൽ നമ്മുടെ കുട്ടികൾക്ക് ഇന്ത്യയിൽ മികച്ച അംഗീകാരം കിട്ടുകയും അതുവഴി ഇന്ത്യയുടെ കേരളത്തിലുമുള്ള വിവിധ സ്ഥാപനങ്ങളിൽ ജോലിക്ക് അർഹത നേടുന്നതിനും അതുപോലെ തന്നെ മറ്റ് സംസ്ഥാനങ്ങളിലും നാഷണൽ അടിസ്ഥാനത്തിലും യൂണിവേഴ്സിറ്റികൾ പ്രവേശനം നേടുന്നതിന് കഴിയും. തീർച്ചയായിട്ടും ഗവൺമെൻറ് ഉത്തരവ് ഇറങ്ങിയിട്ടുണ്ട്. അതുമായി ബന്ധപ്പെട്ടുള്ള പ്രവർത്തനങ്ങൾ നടക്കുകയാണ്. അങ്ങനെ വന്നു കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നു ഇന്ത്യയിലെ ഏറ്റവും വലിയ ആ പ്രശ്നങ്ങളെല്ലാം അവസാനിച്ചു കഴിഞ്ഞാൽ ഇന്ത്യയിലെ ഏറ്റവും വലിയ കായിക സംഘടനയായി മാറാൻ പോകുന്ന ഒരു സംഘടനയാണ് കരാട്ടെ. അതിനേക്കാൾ സമ്പത്ത് സാറിൻ്റെ കരാട്ടെ എന്ന് പറയുമ്പോൾ കുറേ നാളുകളായി തൻ്റെ കുട്ടികൾ, തൻ്റെ ആ സ്കൂളിൽ പഠിച്ച കുട്ടികൾക്ക് അവർക്ക് കിട്ടിയ മൊമെൻറ്റവുമായി ബന്ധപ്പെട്ടുകൊണ്ട് അവർക്ക് കുറച്ച് കാശ്, അവിടെ മനസ്സ് ഒരു ക്യാഷ് പ്രൈസ് കൊടുക്കുന്ന ഒരു സംവിധാനമാണ്. എനിക്ക് സമ്പത്ത് സാർ നേരത്തെ പറഞ്ഞു, നിങ്ങൾ ഇത്ര വെള്ളി മെഡലും സ്വർണ്ണ മെഡലും ഒക്കെ കൊണ്ടുവന്ന ഞാൻ നിങ്ങൾക്ക് ഒരു വലിയൊരു ക്യാഷ് പ്രൈസ് തരുമെന്ന് പറഞ്ഞു കുട്ടികളെ ആ പ്രചോദനമാക്കുന്ന രീതിയാണ് സമ്പത്ത് സാറിൻ്റെ കരോട്ടയിലുള്ള കുട്ടികൾക്ക് കൊടുക്കുന്ന ഒരു പ്രചോദനം. ആ പ്രചോദനമാണ് ഇവിടെ കുട്ടികൾക്ക് ക്യാഷ് പ്രൈസായി. ഇനിയും അവൻ്റെ മനസ്സിൽ ഞാൻ മത്സരബുദ്ധിയോടുകൂടി മറ്റ് മത്സരവേദികളിൽ പങ്കെടുക്കുമ്പോൾ എനിക്ക് ഇന്നത് കിട്ടും എന്നൊരു മനോഭാവം കുട്ടികൾ വളർത്തിയെടുക്കുവാൻ